പാലക്കാട് കണ്ണമ്പ്ര പൂത്തറയിൽ ബസ് കാത്തു നിന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി അപകടമുണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിഖിൽ പ്രമേഷാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. വിവരങ്ങളുമായി നിഖിൽ, കുറച്ച് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാതെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപകടത്തിന്റെ ഒരു വ്യാപ്തി അറിയണം. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇത് സ്ഥിരം ഒരു അപകട മേഖല കൂടിയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ബസ് കാത്തു നിന്ന ആളുകളല്ല, അവർ ഈ റോഡ് പണി കഴിഞ്ഞാണ് വിശ്രമിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് സ്ഥിരം അപകട മേഖലയായ സ്ഥലത്ത് നിന്ന് ഈ പാഞ്ഞെത്തിയ കാർ ഇവരുടെ കാലിന് മുകളിലൂടെയൊക്കെ കയറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ബാക്കി 10 പേരെ ഇപ്പോൾ ഞാനുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. അവർ പലവിധ പരിശോധനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്ത് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ശേഷം ഈ തെന്നിലാപുരം റോഡിൽ പൂത്തറ എന്ന സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ഇവർക്കിടയിലേക്കാണ് ഈ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ പരിക്കേറ്റവരൊക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചതും. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഈ 10ഓളം വരുന്ന സ്ത്രീകൾ അവർ ഈ കാവശ്ശേരി, ആനമാറി, അതുപോലെ തന്നെ ആലത്തൂർ പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. ഇവർ ഈ വാർക്കപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഉച്ചയോടുകൂടി അവർ വാർക്ക കഴിഞ്ഞപ്പോൾ അവർ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ പുൽത്തകടി പോലെ കുറച്ച് പുല്ലുള്ള സ്ഥലത്തൊന്ന് ഇരിക്കുകയായിരുന്നു. എല്ലാവരും ബസ് കാത്തിരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ നിയന്ത്രണം വിട്ട കാറ് വന്ന് ഓടിക്കേറിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പരുക്ക് കാലുകളിലാണ്. ഇതിനകത്ത് ഇപ്പോൾ 3 പേരുടെ 2 പേരുടെ കാല് ഏതാണ്ട് അറ്റാവസ്ഥയിലാണ്. ഒരാളുടെ അതിനൊക്കെ തലയ്ക്കാണ് പരുക്ക്. ബാക്കിയുള്ള 6-7 പേർക്കും ഈ പറഞ്ഞ പോലെ കാർ അതിന് ശേഷം ഒരു കുഴിയിലേക്ക് പോയി വീണതുകൊണ്ട് ഇവരുടെ മേത്തോട് കയറിപ്പോയിട്ടാണ് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ബാക്കിയുള്ള 7 പേരെ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 3 പേരെ ഇപ്പോൾ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളെ ഇവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് എന്താണ് പറ്റിയത്? അവർക്ക് കാലിനല്ലേ പരിക്ക്, തലയ്ക്കാണോ പരിക്ക്? ഈ 3 പേരിൽ ഒരാളുടെ കാലും മുറിഞ്ഞു പോയ അവസ്ഥയാണ്. മറ്റൊരാളുടെ കാലും ഏതാണ്ട് 2 പേരുടെ കാല് വളരെ ഫ്രാക്ചറാണ്. ഒരാൾക്ക് തലയ്ക്കാണ് പരിക്ക്. ഒരു സുന്ദരൻ, ഒരു തങ്കമണി, ഒരു ധനലക്ഷ്മിയാണ്. 3 പേരെയാണ് ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരു അപകട മേഖലയാണോ? അതിപ്പോൾ നിലവിൽ ഈ ടോള് വന്നതിന് ശേഷം ഈ റോഡിൽ ഭയങ്കരമായ ട്രാഫിക് ഉണ്ട് എപ്പോഴും. കാരണം ടോള് വെട്ടിച്ച് വരുന്ന വണ്ടികളൊക്കെ ആലത്തൂരിൽ നിന്ന് ഇരട്ടക്കുളത്തു നിന്ന് കയറി വാണിയമ്പാറയിൽ പോയി ഇറങ്ങാൻ കഴിയുന്ന ഒരു നല്ല വഴിയാണിത്. അതുകൊണ്ട് ഈ വഴിയിൽ എപ്പോഴും ഹെവി ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാറുകാരൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഉറങ്ങിയതാണോ ഇനി നിയന്ത്രണം വിട്ടു പോയതാണോ എന്നറിയില്ല. പക്ഷേ ഓൾട്ടോ കാറാണോ? അതെ അതെ അതെ. അത്ര വേഗതയിലായിരിക്കണം ഒരു പക്ഷേ കാറ് വന്നിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുകൾ ഇപ്പോൾ 10 സ്ത്രീകൾ ഇവിടെ ഉണ്ട്. 10 സ്ത്രീകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 3 പേർ, അതായത് 13 പേര് ആകെയുണ്ട്. 3 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടമുണ്ടായ ഉടനെ തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വളരെ വേഗത്തിൽ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എത്തിച്ചത്. ഈ ചേച്ചി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ സംഘത്തിലുണ്ടായിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. ചേച്ചി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എന്നെ ആ സുനിത ചേച്ചി പിടിച്ച് തള്ളിയ കാരണം ഞാൻ മലന്ന് വീണ കാരണം ഞാൻ മാത്രമേ എനിക്ക് പൊട്ടില്ല. ബാക്കിയുള്ള കൂടുള്ളവർക്കൊക്കെ പരിക്കേറ്റു. നിങ്ങൾ എന്ത് ജോലി? ഞങ്ങൾ കോൺക്രീറ്റ് പണിക്ക് വർക്കപ്പണി. വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. വർക്ക് കഴിഞ്ഞ് തിരിച്ച് ബസ് കയറാൻ വന്ന് നിന്നപ്പോഴാണ്. താങ്കളെ പിടിച്ചു മാറ്റി ആ ചേച്ചിക്കും പരിക്ക് പറ്റിയിട്ടില്ല? കാലിൽ കുഴപ്പമില്ല. കാലിൽ ഒത്തിരി ഒരു ഇതുണ്ട്, വേറെ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അവരിവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ട്. അതാണ്, ഏതാണ്ട് 13ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. ഒരു കാര്യം കൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ നിർമ്മാണ തൊഴിലാളികൾ അവർ പണി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്നോ അതോ അവരവിടെ വിശ്രമിക്കുകയായിരുന്നു? അക്കാര്യത്തിലും ഒരു വ്യക്തതക്കുറവുണ്ട്. നിങ്ങൾ ജോലി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്നു, അപ്പോഴാണോ അപകടം? ബസ് സ്റ്റോപ്പാണോ? അതെ, ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. അതായത് ജോലി കഴിഞ്ഞ് ഇവർ മടങ്ങി പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കവെയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ കാറ് അമിത വേഗതയിൽ ഇവരുടെ മേലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്നത്. അങ്ങനെ പലരുടെയും കാലിന് മുകളിലൂടെയൊക്കെ ഈ കാറ് കയറിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് കൂടുതൽ പേർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ 3 ഗുരുതരമായിട്ട് പരിക്കേറ്റ ആളുകളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ
നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് കാലിന് കീഴെ, അതായത് നേരിട്ട് ഈ കാറ് കയറി ഇറങ്ങിയ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നറിയുന്നതോടൊപ്പം തന്നെ തലയ്ക്ക് പരിക്കേറ്റ ഒരാളുടെയും നില അതീവ നിലയിൽ തുടരുകയാണ്. സ്മിത, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നിർമ്മാണ തൊഴിലാളികളാണ്. അവർ പണി കഴിഞ്ഞതിന് ശേഷം ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന വിവരവും നിഖിൽ പ്രമേഷ്.